ഈ ഭക്തിയുടെ ശിവകഥകളുടെ എല്ലാം ഭാവം ഉള്ളിൽ, ബ്രഹ്മ സമാജത്തിൻ്റെ ചിന്താപദ്ധതി വേറെ ഭാഗത്ത്, യുക്തിപൂർവ്വം കണ്ടെത്തുന്നതിനെ മാത്രം സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മറ്റൊരു ഭാഗത്ത്, ഇതെല്ലാമായി ആ കൗമാരത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ കൗമാരത്വത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന നരേന്ദ്രനിൽ വളരെ ഒരു സംഘർഷഭരിതമായ മനസ്സ് നമുക്ക് കാണാൻ പറ്റും. കോളേജിലേക്ക് ചേരുന്നതോടുകൂടെ, യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നതോടുകൂടെ സാമാന്യം സ്വാതന്ത്ര്യം കിട്ടിയ ആ യുവാവ് തൻ്റെ ചോദ്യവുമായി ബന്ധപ്പെടാത്തവരില്ല. കേശവ് ചന്ദ്രസെൻ ആയാലും ദേവേന്ദ്രനാഥ ഠാക്കൂർ ആയാലും ആ കാലത്ത് ബ്രഹ്മസമാജവും മറ്റുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രസിദ്ധന്മാരായിരുന്ന എല്ലാ പണ്ഡിതന്മാരെയും സമീപിച്ചു. ചോദ്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ ചോദ്യം എവിടുന്നാണ് വരുന്നത്? ഈശ്വരൻ നാമരൂപങ്ങളോടൊത്ത് പൂജ്യനായി നിലകൊള്ളുന്ന ഭാവം അമ്മയിൽ നിന്നും മറ്റും ഉൾക്കൊണ്ടിട്ടുള്ള ദേവതാഭാവം. ഈശ്വരൻ ഒരിക്കലും രൂപയുക്തനല്ല, അരൂപിയാണെന്നുള്ള ബ്രഹ്മസമാജത്തിൻ്റെ ഔപനിഷദമായ സിദ്ധാന്തം. ഈ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള സംഘർഷമാണത്. അപ്പോൾ ധാരാളം മന്ത്രോദ്ധാരണങ്ങളോടുകൂടി പലരും പല മറുപടികളും പറഞ്ഞെങ്കിലും അതൊന്നും ഹൃദയത്തിലേക്ക് പ്രവേശിച്ചില്ല. കാരണം ആ മറുപടികളൊക്കെ മസ്തിഷ്കത്തു നിന്ന് വന്നതാണ്. മസ്തിഷ്കത്തു നിന്ന് വരുന്ന മറുപടി ഹൃദയത്തിൽ പ്രവേശിക്കില്ല, അത് മസ്തിഷ്കത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഒരുവിധം അറിവുണ്ട് എന്ന് താൻ കരുതുന്നവരോടൊക്കെ ഈ ചോദ്യം ചോദിക്കും.